ജേർണലിസ്റ്റിലേക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെ ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത വിധത്തിൽ ഇല്ലായ്മ ചെയ്യുമെന്നും ശിലായുഗത്തിൽ എത്തിക്കുമെന്നും ഇറാനെ പരിപൂർണമായി തച്ചുടയ്ക്കുമെന്നുമൊക്കെ ട്രൂത്ത് സോഷ്യലിലൂടെയും അല്ലാതെയും തള്ളിമറിച്ചപ്പോൾ ഇവിടെയുള്ള പല വർഗീയവാദികളുടെയും മനസ്സിൽ ലഡു പൊട്ടുകയായിരുന്നു. കാരണം ഇറാനിൽ മരിക്കുന്നവർ മുസ്ലിങ്ങളാണ്. ഷിയ മുസ്ലിങ്ങളായിക്കൊള്ളട്ടെ, സുന്നി മുസ്ലിങ്ങളായിക്കൊള്ളട്ടെ, മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവരാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവർ ഈ ലോകത്തിന് ഭാരമാണെന്നും ഇവർ കൊല്ലപ്പെടണമെന്നും അവർ കൊല്ലപ്പെടുന്നതിൽ സന്തോഷമെന്നും ഒക്കെ നിലയിൽ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നൊരു വിഭാഗമുണ്ട്. എല്ലാവരും എന്നല്ല, ജിയോ പൊളിറ്റിക്സിനെ കുറിച്ച് ഒരു ധാരണയുമില്ലാതെ എന്ത് കണ്ടാലും അവിടെയൊക്കെ മതം തിരികെ കയറ്റി ആ മതക്കാർ മുഴുവൻ ഇല്ലാതാകട്ടെ എന്ന നിലയിൽ ഇതിനെ കൈകാര്യം ചെയ്യുന്ന ചില പ്രത്യേകതരം വർഗീയ വിദ്വേഷികളെക്കുറിച്ച് മാത്രമാണ് ഞാൻ പറയുന്നത്. അവർ കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി ആഘോഷത്തിലായിരുന്നു. നിങ്ങളിപ്പോൾ പല സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലും കമൻറ്റ് ബോക്സിലും ഒക്കെ കാണാൻ കഴിയും. ഭൂരിഭാഗവും പിതൃശൂന്യ ചാണക ഫേക്കുകളാണ്. അവർക്ക് സ്വന്തം ഐഡൻറ്റിറ്റി പുറത്തു കാണിക്കാനുള്ള സ്വാഭാവിക ധൈര്യം പോലുമില്ല. ഏതെങ്കിലും ഒരു ഇരുട്ട് മുറിയിൽ അടച്ചിരുന്ന് വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ മെമ്പർഷിപ്പും എടുത്ത് വായിൽ തോന്നിയ വൃത്തികേടും വർഗീയതയും വിളിച്ചു പോവുക എന്നതിനപ്പുറം ഇവർക്ക് വേറൊരു പണിയുമില്ല. അങ്ങനെ ഈ വിഷയത്തെ കൈകാര്യം ചെയ്തിരുന്നവരടക്കം ഇറാൻ്റെ പതനം ഉടൻ ഉണ്ടാകുമെന്ന് സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന പലർക്കും കടുത്ത നിരാശയാണ് ഇന്ന് രാവിലെ ട്രംപിൻ്റെ പ്രഖ്യാപനത്തോടു കൂടി ഉണ്ടായത്. ഇതൊക്കെ നമ്മൾ നേരത്തെ മുന്നിൽ കണ്ടിരുന്നതാണ് എന്നുള്ളതിൽ നമുക്കാർക്കും ഒരു തർക്കവുമില്ല. കാരണം ട്രംപ് അങ്ങനെയൊക്കെയാണ്. അന്താരാഷ്ട്ര തലത്തിൽ ഇറാൻ അമേരിക്ക ഇസ്രായേൽ യുദ്ധത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവവികാസങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ എന്നെ ഏറെ അത്ഭുതപ്പെടുത്തിയത് മറുനാടൻ മലയാളി യൂട്യൂബർ സാജൻ ഷ്കാരിയയുടെ ഒരു വീഡിയോയാണ്. അദ്ദേഹം കുറേ കാലമായി ഇറാൻ തീരും, ഇറാൻ തകരും, ഇറാൻ ഇല്ലാതാകുമെന്നൊക്കെ കുറച്ച് കുറേ തള്ളു വീഡിയോകൾ ചെയ്തിരുന്നു. അതിനെയൊക്കെ തിരുത്തുന്ന വിധത്തിൽ നമ്മൾ ദ ജേർണലിസ്റ്റ് കൃത്യമായി വീഡിയോകൾ ചെയ്യുകയും അതൊക്കെ കണ്ട് മനസ്സിലാക്കിയിട്ടായിരിക്കണം ഒടുവിൽ നമ്മൾ ചെയ്യുന്ന അതേപോലെ വീഡിയോകൾ കോപ്പി അടിച്ച് ചെയ്യാൻ സാജൻ ഷ്കാരിയ തയ്യാറാവുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷെ പൊടുന്നനെ ഇന്നലെ അദ്ദേഹം വീണ്ടും മറുകണ്ഠം ചാടി. എന്നത്തെയും പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കളിക്കുന്ന ട്രംപ് ലൈനിലൊരു ചാട്ടം വീണ്ടും. അതിങ്ങനെയായിരുന്നു. ലോകാവസ്ഥത്തിന് തുടക്കമിടാൻ ട്രംപ് 4 മണിക്കൂർ എല്ലാം നശിപ്പിക്കും, 4 മണിക്കൂർ കൊണ്ട് എല്ലാം നശിപ്പിക്കും, ഇറാനെ തീർക്കും ട്രംപ്, ലോകാവസാനമാവോ എന്നൊക്കെ ചോദിച്ച് ആശാൻ അങ്ങ് തിളച്ച് മറിയുകയാണ്. പക്ഷേ സംഭവിച്ചത് എന്താണ്? ട്രംപ് സാഷ്ടാംഗം വീണിരിക്കുന്നു. ഇതിങ്ങനെ വരൂ എന്ന് ബോധമുള്ള ബുദ്ധിയുള്ള ജനങ്ങൾക്കൊക്കെ അറിയാം. എന്നാലും ഞാൻ ആദ്യം പറഞ്ഞ ആ ടൈപ്പ് പ്രത്യേക ജീവികളെ സുഖിപ്പിക്കാൻ ഈ അണ്ണനൊരു പ്രത്യേക മിടുക്കാണ്. അതുകൊണ്ടാണ് അങ്ങ് തള്ളി അങ്ങ് കൊടുക്കുന്നത്. ലോകാവസാനം, ഇറാൻ അങ്ങ് തീർന്നു, ഭൂം സ്വാഹ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് അടിച്ചു വിടുകയാണ്. എന്തായാലും ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇറാൻ്റെ തന്ത്രം കുറിക്കൊണ്ടു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ഈ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഈ യുദ്ധത്തിൻ്റെ ഭാവിയും വർത്തമാനവും ഒക്കെ തീരുമാനിക്കുന്നത് ഞങ്ങളായിരിക്കും. ഈ യുദ്ധം എവിടെ അവസാനിക്കണമെന്ന് തീരുമാനിക്കുന്നത് എങ്ങനെയായിരിക്കണമെന്നൊക്കെ പറയുന്നത് ഞങ്ങളായിരിക്കും. അതനുസരിച്ച് ഈ യുദ്ധം മുന്നോട്ട് പോകുമെന്ന് കൊല്ലപ്പെട്ട ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനെയി പലതവണ പറഞ്ഞതാണ്. എന്ന് മാത്രമല്ല, ഇറാൻ എപ്പോഴും സ്വീകരിച്ചിരുന്ന നിലപാട് അതാണ്. അതിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയത്. അതായത് ഹോർമുസ് കടലിടുക്ക് ഇറാൻ്റേതായി മാറാൻ പോവുകയാണ്. ഇത്രയും കാലം ആ ഹോർമുസ് കടലിടുക്ക് എന്ന് പറയുന്നത് ആരുടെയും കയ്യിലുണ്ടായിരുന്ന ഒന്നല്ല. അതിൽ ഏത് രാജ്യത്തിന് വേണമെങ്കിലും പോകാമായിരുന്നു. ഒരു രാജ്യത്തിനും അവിടെ സൈനികമായൊരു ആധിപത്യമോ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ ടെറിട്ടറി എന്ന നിലയിൽ ആ ഒരു കടലിടുക്കിനോട് വലിയ കടലിടുക്ക് ഞങ്ങളുടേതാണ് എന്ന നിലയിൽ ഒരു ആധിപത്യമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അവിടെ ഫ്രീ ആയിട്ടാണ് എല്ലാ കപ്പലുകളും പോയിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ, അതായത് ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഒരു വലിയ ശക്തിയായി മാറാൻ, ലോകശക്തിയായി വളരാൻ ഉള്ളതെല്ലാം ഈ യുദ്ധത്തിൽ നിന്ന് നേടുക. കാരണം യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇറാനെ സംബന്ധിച്ച് അതിൽ കിട്ടുന്ന ആക്രമണങ്ങൾ വാങ്ങുക എന്നതല്ലാതെ മറ്റൊരു വഴിയില്ല. തിരിച്ചടിക്കാം, പക്ഷേ ആക്രമണങ്ങൾ ഇങ്ങോട്ടേക്ക് ഉണ്ടാകുമ്പോൾ അതിൻ്റെ ആഘാതങ്ങൾ ഇറാനുണ്ടാകും. പക്ഷേ അതിനെപ്പോലും തന്ത്രപരമായി റീറൂട്ട് ചെയ്ത് തങ്ങൾക്ക് അനുകൂലമായ, അത് ഇത്രയും കാലം ചരിത്രത്തിൽ ഇന്ന് വരെ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ഉണ്ടായിട്ടുള്ള സകല നഷ്ടവും തീർക്കാനുള്ള ഒരു കൃത്യമായ തന്ത്രം ഇറാൻ ഈ നഷ്ടങ്ങൾക്കിടയിൽ, ഈ തിരിച്ചടികൾക്കിടയിൽ ഉണ്ടാക്കിയെടുക്കുകയും ട്രംപിനെ കൃത്യമായി ഒരു പൊട്ടനെ കെണി വെച്ച് വീഴ്ത്തുന്നത് പോലെ അതിലേക്ക് കൊണ്ടിടുകയും ചെയ്തിട്ടുണ്ട്. നോക്കുക,
ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ, ഒരു 10 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്ന് ട്രംപ് ഇന്ന് ട്രൂത്ത് സോഷ്യലിൽ പറഞ്ഞിരുന്നു. അത് നെഗോഷ്യബിളാണ്, അതേക്കുറിച്ച് സംസാരിക്കാം, അതേക്കുറിച്ച് ചർച്ച ചെയ്യാൻ പാകിസ്ഥാനിൽ അടുത്ത ദിവസം യോഗം ചേരാൻ പോവുകയാണ്. അപ്പോൾ അതിൽ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യാമെന്ന് ട്രംപ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനം അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഇത് പൂർണ്ണമായും തള്ളുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് നടപ്പായാൽ പോലും ഇറാൻ്റെ സ്വപ്നതുല്യമായ വളർച്ച, ഇറാൻ്റെ വലിയ കുതിപ്പ്, ഇതുവരെ ഇറാൻ ഉണ്ടായ നഷ്ടങ്ങൾ മുഴുവൻ തീർക്കുന്ന വിധത്തിലേക്ക് ഇറാൻ പാകപ്പെടാൻ ആവശ്യമായ സകലതും ഈ കരാറിലുണ്ട്, അല്ലെങ്കിൽ ഈ നിർദ്ദേശങ്ങളിലുണ്ട്. അതിൽ പലതും ട്രംപിന് അംഗീകരിക്കേണ്ടി വരും. നോക്കുക, അതിലേറ്റവും പ്രധാനമായത് ഹോർമുസിൽ ഇറാൻ്റെ പരിപൂർണമായ നിയന്ത്രണം ഉണ്ടാകും, സാമ്പത്തികമായി ഉണ്ടാകും, സൈനികപരമായി ഉണ്ടാകും. അത് അംഗീകരിക്കണം, അല്ലാതെ ഹോർമുസ് തുറക്കില്ല എന്ന നിലയിലേക്കാണ് ഇപ്പോൾ ഇറാൻ അവരുടെ നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതിൽ സൈനികപരമായ ആധിപത്യം അല്ലെങ്കിൽ അതിലെ പോകുന്ന കപ്പലുകളെ നിയന്ത്രിക്കാനുള്ള ആധിപത്യം ഒരു പക്ഷേ ഇറാന് നൽകിയെന്ന് വരില്ല. പക്ഷേ അവിടെ ചുങ്കപ്പിരിവിനുള്ള അനുമതി ഇറാന് ലഭിക്കാൻ സാധ്യതയുണ്ട്. അല്ലാതെ ഈ പ്രശ്നം പരിഹരിക്കാൻ ട്രംപിന് കഴിയില്ല. അങ്ങനെ വന്നാൽ അതിലേ പോകുന്ന ചരക്ക് കപ്പലുകളിൽ നിന്ന് ഭീമമായ തുക ഇറാന് ചുങ്കമെന്ന നിലയിൽ വാങ്ങാൻ കഴിയും. അത് ഗൾഫ് രാജ്യങ്ങൾക്കൊരു തിരിച്ചടിയാണ്. ഗൾഫ് രാജ്യങ്ങൾക്ക് തിരിച്ചടി എന്ന് പറഞ്ഞാൽ എണ്ണവിലയിൽ ചിലപ്പോൾ മാറ്റങ്ങൾ ഉണ്ടാകാം. കാരണം ആ ചുങ്കത്തുക കൂടി ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന എണ്ണയിൽ ഈടാക്കേണ്ടി വരും. പക്ഷെ അതല്ല അതിൻ്റെ ഏറ്റവും ഗൗരവതരമായ വസ്തുത. അതായത് ഇതിലേ പോകുന്ന ചുങ്കം ഇറാൻ വലിയ തോതിൽ വർദ്ധിപ്പിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അമേരിക്ക പറയും ഇത്രയും ചുങ്കം ഏർപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ ഇറാൻ പറയുന്നു സാമ്പത്തികമായി ഞങ്ങൾ തളർന്നിരിക്കുകയാണ്, നിങ്ങളുടെ ഉപരോധം കാരണം ഞങ്ങളുടെ ഉപരോധങ്ങൾ നിങ്ങൾ പിൻവലിച്ചാൽ ചുങ്കം കുറയ്ക്കാം. ഒടുവിൽ ഇത്രയും കാലം ഇറാനെ വരിഞ്ഞുകെട്ടി വളരാൻ അനുവദിക്കാതെ ഇറാൻ്റെ സ്വപ്നതുല്യമായിട്ടുള്ള വളർച്ച ഇല്ലാതാക്കുന്ന വിധത്തിൽ അവരെ തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി അമേരിക്ക ഉണ്ടാക്കി വെച്ചിട്ടുള്ള സകല നിയന്ത്രണങ്ങളും പതിയെ പതിയെ അമേരിക്കയ്ക്ക് വിദൂര ഭാവിയിൽ എടുത്തു മാറ്റേണ്ടി വരും. അതായത് കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമിറക്കിക്കുക എന്നുള്ളതാണ് ഇറാൻ ഇവിടെ സ്വീകരിച്ചിരിക്കുന്ന തന്ത്രം. കഴിഞ്ഞ 46 വർഷമായി ഇറാനെതിരെ അമേരിക്ക ഉൾപ്പെടുന്ന പാശ്ചാത്യർ നടത്തുന്ന ഉപരോധങ്ങൾ, കയ്യേറ്റങ്ങൾ, കടന്നുകയറ്റങ്ങൾ, ഇറാൻ്റെ വളർച്ച മുരടും എല്ലാത്തിനുമുള്ളൊരു പരിഹാരം ഈ ഒരു ഒറ്റ നീക്കത്തിലൂടെ ഇറാൻ നേടും എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് ഇറാൻ്റെയും ഇറാൻ്റെ സഖ്യകക്ഷികൾക്കും എതിരായ ആക്രമണങ്ങൾ ഇനി ലോകത്തുണ്ടാകാൻ പാടില്ല. ഗൾഫ് മേഖലയിലെ US-ൻ്റെ സാന്നിധ്യം, അവരുടെ സൈനിക കേന്ദ്രങ്ങൾ അടക്കമുള്ളവ ഇല്ലാതാക്കണം, അത് തിരിച്ചെടുത്തുകൊണ്ട് പോകണം. ഇനി ഇറാൻ ഇതുവരെ ഉണ്ടായ ആക്രമണത്തിലുണ്ടായ സകല നഷ്ടവും അമേരിക്ക നൽകണം. അതിൽ ആരൊക്കെയാണോ കാരണക്കാർ അവർ കൃത്യമായ നഷ്ടപരിഹാരം നൽകണം. ഇറാനെതിരായ അന്താരാഷ്ട്ര ഉപരോധങ്ങൾ മുഴുവനും ഇല്ലാതാക്കണം. ഓരോരോ ഇറാൻ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അതായത് വലിയ തോതിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന പല നിർദ്ദേശങ്ങളും, അമേരിക്കയ്ക്ക് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന നിർദ്ദേശങ്ങളാണ് ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇത് അംഗീകരിച്ചില്ലെങ്കിൽ ഇറാനെതിരായ ഉപരോധം നീക്കുന്നത് അടക്കമുള്ള ഏതെങ്കിലും ചില നിർദ്ദേശങ്ങൾ അമേരിക്കയ്ക്ക് അംഗീകരിക്കേണ്ടി വരും. ഇപ്പോൾ അമേരിക്ക പറയുകയാണ് ഞങ്ങളുടെ സൈനിക കേന്ദ്രങ്ങൾ ഇവിടുന്ന് മാറ്റാൻ പറ്റില്ല. ശരി, അപ്പോൾ ഇറാൻ പറയുകയാണ് മാറ്റണ്ട, ഞങ്ങൾക്ക് ഹോർമുസ് കടലിടുക്കിലെ സ്വാധീനം ഉണ്ടാക്കുക, ഞങ്ങൾക്ക് ചുങ്കം പിരിക്കാൻ അനുമതി തരിക, ഞങ്ങളുടെ ഉപരോധം ഇല്ലാതാക്കുക, ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ, അത് ചെയ്യൂ എന്ന് പറഞ്ഞാൽ ഇതിലേതെങ്കിലുമൊക്കെ ഈ ഒത്തുതീർപ്പിൻ്റെ ഭാഗമായിട്ട് അമേരിക്കയ്ക്ക് അംഗീകരിക്കേണ്ടി വരും. ഇതിൽ ഏതൊക്കെ അംഗീകരിച്ചാലും അതിലൂടെ ഇറാന് പിടിച്ച് കയറാനും സ്വപ്നതുല്യമായ വളർച്ച നേടി പിടിച്ചാൽ കിട്ടാത്ത തരത്തിലേക്ക് ഒരു ലോകശക്തി എന്ന നിലയിലേക്ക് വളരാനും ഇറാന് സാധിക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം ഇറാന് അത്രയധികം വിഭവശേഷിയുണ്ട്. ഇറാൻ്റെ എണ്ണപ്പാടങ്ങൾ, അവരുടെ മാനവ വിഭവശേഷി, അവിടുത്തെ ടെക്നോളജിപരമായിട്ടുള്ള ആയുധപരമായിട്ടുള്ള അവരുടെ പുത്തൻ കണ്ടെത്തലുകൾ, ഇപ്പോൾ ബാലിസ്റ്റിക് മിസൈലുകളായാലും ഈ പറയുന്ന ഡ്രോണുകളായാലും ഒന്നും മറ്റൊരു രാജ്യത്തിനും ഇത്രയും അവകാശപ്പെടാൻ കഴിയില്ല. അതിപ്പോൾ തെളിഞ്ഞല്ലോ, അതിൻ്റെയൊക്കെ കരുത്ത് തെളിഞ്ഞല്ലോ. ഇറാൻ്റെ ആയുധങ്ങൾ ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞ് കളിയാക്കിയിരുന്നൊരു ലോകം ഉണ്ടായിരുന്നു, അവരൊക്കെ ഞെട്ടിപ്പോയിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആയുധ കച്ചവടത്തിലടക്കം ഒപ്പം റഷ്യയും ഉത്തര കൊറിയയും ചൈനയും ചേർന്നിട്ടുള്ള ഒരു മറ്റൊരു സ്വതന്ത്ര ശക്തി എന്ന നിലയിലേക്ക്, ഒരു ശാക്തിക ചേരി എന്ന നിലയിലേക്കുള്ള വളർച്ച, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇറാൻ്റെ മുന്നിലുണ്ട്. അപ്പോൾ അതിനൊക്കെ വെളിച്ചം വീശുന്ന വിധത്തിൽ ഇനി ഞങ്ങളുടെ പരമാധികാരത്തിലേക്ക് കടന്നു കയറരുത് എന്ന കൃത്യമായൊരു ക്ലോസ് ഉണ്ട്. അതിൻ്റെ അർത്ഥം ഇനി ഞങ്ങളുടെ വ്യാവസായിക ബന്ധങ്ങൾ, ഞങ്ങളുടെ അന്താരാഷ്ട്ര ബന്ധങ്ങൾ, ഈ പറയുന്ന ഞങ്ങളുടെ നയതന്ത്ര ബന്ധങ്ങൾ, ആയുധ കൈമാറ്റം അല്ലെങ്കിൽ ആയുധ വിൽപ്പന, ആയുധ നിർമ്മാണം തുടങ്ങിയ കാര്യങ്ങളിലും നിങ്ങൾ ഇടപെടരുത്, അത് കൃത്യമായി ഞങ്ങൾക്ക് ഉറപ്പ് തരണം. ഇനി മേലാൽ
ഇറാനെ ആക്രമിക്കരുത്. അതാണ് അടുത്ത നിർദ്ദേശം. ഇത് ഏതെങ്കിലുമൊക്കെ അംഗീകരിക്കാതെ അമേരിക്കയ്ക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല. കാരണം ഇപ്പോഴും ഇന്ന് രാവിലെയും ട്രംപ് വെടിനിർത്തൽ കരാറിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഒരു വെടിനിർത്തലിനുള്ള സാധ്യത തെളിയുന്നു എന്ന് പറഞ്ഞപ്പോഴും സൗദി അറേബ്യ അടക്കമുള്ള ചില ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഒരു ആക്രമണത്തിന് സൂചനകൾ പോലെ സൈറനുകൾ മുഴങ്ങിയിരുന്നു എന്ന് വാർത്തകൾ വന്നിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇറാൻ പറയുന്നത് നിങ്ങളിതൊക്കെ ഒരു അംഗീകരിച്ചൊരു ധാരണയാകുന്നത് വരെ വെടിനിർത്തലിലേക്ക് ഞങ്ങൾ പോകുന്നില്ല എന്നൊരു സൂചന നൽകാൻ വേണ്ടിയിട്ടായിരിക്കും, ഒരു ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ടായിരിക്കും. എന്തായാലും ട്രംപ് ഇത് വേഗത്തിൽ അംഗീകരിക്കാതെ ട്രംപിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അതോടൊപ്പം പറയുന്നത് ഇറാനെ പിന്തുണച്ച ഒരുപാട് രാജ്യങ്ങൾ, കമ്പനികൾ, കപ്പൽ കമ്പനികൾ, ഈ വലിയ ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. അവർക്കെതിരെയൊക്കെ അമേരിക്ക പല വിധത്തിലുള്ള ഉപരോധങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ അവസാനിപ്പിക്കണം. ഇറാനെ പിന്തുണച്ചതിൻ്റെ പേരിൽ ആർക്കെതിരെയും നടപടികൾ ഉണ്ടാവരുത്. ഇറാനെ പിന്തുണച്ചതിൻ്റെ പേരിൽ, പിന്തുണയ്ക്കുന്നതിൻ്റെ പേരിൽ, ഇറാനെ സഹായിക്കുന്നതിൻ്റെ പേരിൽ ആർക്കെതിരെയും ഇനി നടപടി സ്വീകരിക്കരുത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇറാൻ പറയുന്നത്. അതായത് ഇറാൻ ഒരു പരമാധികാര രാഷ്ട്രമാണെന്നും ഇറാന് ഒരു തരത്തിലുള്ള തടസ്സങ്ങളും ഉണ്ടാകരുതെന്നും ഇറാന് അന്താരാഷ്ട്ര തലത്തിൽ ഉയർന്നു വരാനുള്ള അവസരങ്ങൾ ഒരുക്കണമെന്നും എല്ലാം കൃത്യമായി ഇതിൽ പറയുകയാണ്. ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഈ കാര്യങ്ങളെ കൊണ്ടുചെന്ന് എത്തിച്ചത് ഈ അമേരിക്ക തന്നെയാണ്. ഈ യുദ്ധമില്ലായിരുന്നുവെങ്കിൽ ഇത്രയും ശക്തമായിട്ട് ഇറാൻ ഇക്കാര്യങ്ങൾ അമേരിക്കയുടെ മുന്നിൽ ചർച്ച ചെയ്യാൻ പോലും, പറയാൻ പോലും ഒരു അവസരം ഉണ്ടായിരുന്നില്ല. അവരുടെ ഉപരോധത്തിൽ അവർ പിന്നെയും ഇറാൻ പ്രതിസന്ധികളിലേക്ക് പോയേനെ. കാരണം ഇറാൻ ആണവ പരീക്ഷണങ്ങൾ കൂടുതലായി നടത്തിയത് അവിടെ വലിയ ഊർജ്ജ പ്രതിസന്ധി ഉള്ളത് കൊണ്ടാണ്. അതുപോലെ തന്നെ ഡോളറിനെതിരായിട്ട് അവിടെ ഇറാൻ കറൻസിയുടെ വില കൂപ്പുകുത്തിയതോടെയാണ് അവിടെ ആഭ്യന്തര കലാപം പോലുള്ള കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ നടത്താൻ അമേരിക്കയ്ക്ക് സാധിച്ചത്. അപ്പോൾ ഇറാൻ വലിയ പ്രതിരോധത്തിലായിരുന്നു, വലിയ തിരിച്ചടികൾ ആ രാജ്യത്തിന് ആ ഘട്ടത്തിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ അമേരിക്ക യുദ്ധം തുടങ്ങിയതോടുകൂടി അതിശക്തമായി ഇറാനിലെ ജനങ്ങൾ ഇറാൻ ഭരണകൂടത്തിനൊപ്പം നിൽക്കുകയാണ്. ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാനെ തകർക്കണം എന്ന് പറഞ്ഞ അമേരിക്ക പിന്നെ കാണുന്നത് 16 ദശലക്ഷം ജനങ്ങൾ അവിടുത്തെ ആണവ കേന്ദ്രങ്ങൾക്കടക്കം കാവൽ നിൽക്കാൻ വേണ്ടി ഞങ്ങൾ രക്തസാക്ഷികളാകാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ ഭരണകൂടത്തിന് പിന്തുണയുമായി രംഗത്ത് വരികയാണ്. അതായത് ആ രാജ്യത്ത് ഒരു ആഭ്യന്തര കലാപം ഉണ്ടാകും. ഖാംനെയുടെ മരണത്തോടെ, അമേരിക്കയുടെ സൈനിക നീക്കത്തോടെ അമേരിക്കയ്ക്ക് ജയ് വിളിച്ച് അവിടെ ഒരു വലിയ ജനവിഭാഗം ഉയർന്നു വരുമെന്ന് കരുതിയ അമേരിക്കയ്ക്ക് പാടെ തെറ്റി. അവിടുത്തെ ജനങ്ങൾ അവരുടെ ഭരണകൂടത്തെയും ആ രാജ്യത്തിൻ്റെ പരമാധികാരത്തെയും ആ രാജ്യത്തിൻ്റെ യശസ്സിനെയും അഭിമാനത്തെയും ഉറക്കപ്പിടിച്ച് ആ രാജ്യത്തിന് വേണ്ടി, ആ ഭരണകൂടത്തിന് വേണ്ടി പോരാടാൻ തയ്യാറായി വരികയാണ്. ഇതിലും വലിയൊരു തിരിച്ചടി അമേരിക്കയ്ക്ക് കിട്ടാനില്ല. അപ്പോൾ രാജ്യത്തിൻ്റെ ഐക്യം എന്നത് അമേരിക്കയായിട്ട് സാധ്യമാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അവിടെ തകർത്ത് കളഞ്ഞതിനൊക്കെ നഷ്ടപരിഹാരം കൊടുത്ത് അത് റിനോവേറ്റ് ചെയ്യുക. അതിനുശേഷം ഈ പറയുന്ന ഹോർമുസ് കടലിടുക്കിൽ ചുങ്കം പിരിക്കുക. അതോടൊപ്പം ഈ ഉപരോധം അവസാനിപ്പിച്ചാൽ അവർക്ക് അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണ വിൽക്കാൻ കഴിയും. പെട്ടെന്ന് തന്നെ ഇറാൻ സമ്പന്ന രാഷ്ട്രമാകും. അതുപോലെ തന്നെ ഇറാൻ്റെ ഈ ഊർജ്ജ പ്രതിസന്ധികൾ പരിഹരിക്കാൻ പണം വന്നാൽ അതിവേഗത്തിൽ ഇറാന് സാധിക്കും. ഡോളറിനെതിരായ ഇറാൻ്റെ വില കൂടും, ഇറാൻ കറൻസിയുടെ വില കൂടും. അതുപോലെ തന്നെ ഏതൊരു ഗൾഫ് രാജ്യത്തെ പോലെയും പഴയ പേർഷ്യൻ ഗൾഫ് എന്ന നിലയിലേക്ക് ആ വലിയ ആർഭാടത്തിൻ്റെയും പണത്തിൻ്റെയും ഒക്കെ മേഖലയിലേക്ക് ഇറാന് കടന്നു കയറാൻ കഴിയും. അതോടൊപ്പം ആയുധപരമായിട്ടുള്ള ഇറാൻ്റെ വലിയ ഒരു മേൽക്കൈ ഇപ്പോൾ ഉണ്ട് എന്ന് ലോകം തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈലുകൾ വാങ്ങാനും ഇറാൻ്റെ സാങ്കേതിക വിദ്യകൾ, ഡ്രോണുകൾക്കൊക്കെ മറ്റ് രാജ്യങ്ങൾ ആവശ്യക്കാരായി എത്തിയാൽ തീർച്ചയായിട്ടും ആയുധം വിറ്റും ഇറാന് പണമുണ്ടാക്കാം. അപ്പോൾ റഷ്യയുടെയും ചൈനയുടെയും ബാക്കപ്പ് കൂടിയാകുമ്പോൾ അതിവേഗത്തിൽ തന്നെ ഒരു പാശ്ചാത്യ ശക്തികൾക്കെതിരായ, അല്ലെങ്കിൽ ഏഷ്യയിലുള്ള, പശ്ചിമേഷ്യയിലെ ഒരു പ്രധാനപ്പെട്ട ശാക്തിക ചേരിയായിട്ട് അതിന് മുന്നിൽ നിൽക്കാൻ ഇറാന് കഴിയും. സ്വാഭാവികമായിട്ടും ഇതും കൊള്ളുന്നത് ഇസ്രായേലിൻ്റെ നെഞ്ചത്ത് തന്നെയാണ്. അപ്പോൾ നെതന്യാഹു തുടങ്ങി വെച്ച യുദ്ധം ആത്യന്തികമായി കറങ്ങി തിരിഞ്ഞ് ഇറാന് സൂപ്പർ ലോട്ടോയാകുന്ന സാഹചര്യം, ഇപ്പോൾ ഇറാനുണ്ടായ നഷ്ടപരിഹാരങ്ങൾ, ആ കൊച്ചുകുട്ടികളുടെ മരണം, അതൊക്കെ അതിദാരുണമായ സംഭവങ്ങളാണ്, അപലപനീയമായ കാര്യങ്ങളാണ്. ഞാൻ എന്നും പറയാറുണ്ട്, ഏതൊരു യുദ്ധത്തിലായാലും സാധാരണക്കാരായ ജനങ്ങൾ കൊല്ലപ്പെടുക എന്നുള്ളത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അത് ഇസ്രായേലിലായാലും അമേരിക്കയിലായാലും ഈ പറയുന്ന ഇറാനിലായാലും എവിടെയായാലും, ഗസയിലായാലും എവിടെയായാലും സാധാരണക്കാരായ ജനങ്ങൾ, കുട്ടികൾ, സ്ത്രീകളൊന്നും ഒരു യുദ്ധത്തിൻ്റെ ഭാഗമായി, ഒരു ആക്രമണത്തിൻ്റെ ഭാഗമായി കൊല്ലപ്പെടരുത് എന്ന് തന്നെയാണ് നിലപാട്. ഒരു സംശയവുമില്ല. അപ്പോൾ ഇവിടെ ഈ യുദ്ധം തുടങ്ങി വെച്ച് ഇത്രയും വലിയ കെടുതികൾ ഉണ്ടാക്കിയവർ തന്നെ ആ യുദ്ധം ഇറാനെ തകർക്കാൻ വേണ്ടിയായിരുന്നു ആ യുദ്ധമെങ്കിൽ അത്യധികമായി ഇത് ഇറാന് ദൂരവ്യാപകമായി വലിയ ഗുണങ്ങൾ ഉണ്ടാക്കുന്ന, വിദൂരഭാവിയിൽ ഇറാന് കുതിച്ചുയരാൻ കഴിയുന്ന, ഇതുവരെ ഉണ്ടായ സകല മാനുഷിക നഷ്ടങ്ങളല്ലാത്ത എല്ലാ നഷ്ടങ്ങളെയും നികത്തി 10 മടങ്ങ് കരുത്തോടെ തിരിച്ചു വരാൻ കഴിയുന്ന, കളമൊരുക്കുന്ന വിധത്തിലുള്ള ഒന്നായി ഈ യുദ്ധം മാറുന്നു എന്നത് പാശ്ചാത്യ ശക്തികൾക്ക്, പ്രത്യേകിച്ച് ഇസ്രായേലിലൊക്കെ വലിയ തിരിച്ചടിയാകാൻ പോകുന്നു എന്നതിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്.